റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 87ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകണം നമുക്കൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിനകത്തൊരു പാർഷ്യൽ രീതിയിൽ എങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുക്കാം എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫാമിലി എങ്ങനെ ഓപ്പണിംഗ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കട്ട് ക്രിയേറ്റ് എന്നുള്ളത് നോക്കി. അങ്ങനെ കട്ട് കൊടുത്തപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ ഒരു ഫാമിലി മൊത്തത്തിലൊരു കട്ട് ക്രിയേറ്റ് ആവുകയാണ് ചെയ്തത്. അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ഭാഗം കട്ടായി മാറി. പക്ഷെ അങ്ങനെയല്ല, എനിക്കൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവണം, എൻഡിങ് ഞാൻ ഉദ്ദേശിക്കുന്ന അത്രേ പോകാൻ പാടുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു വോളിലൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്തു, ഒരു ഷോക്കേഴ്സ് പോലെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്തു. ആ ഫാമിലിക്കുള്ളിൽ എനിക്ക് മൊത്തത്തിൽ കട്ടാവേണ്ട, ഒരു പാർഷ്യൽ രീതിയിൽ ഒരു പകുതി അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം കട്ടായാൽ മതി. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറേ ഏരിയ ഇപ്പം ടെമ്പററി ഹൈഡ് ചെയ്ത് ചെയ്യുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു വോളിലാണ് ഒരു സോക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വാൾ മൗണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് എനിക്കൊരു ചെറിയൊരു സ്പേസും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ 2ലേക്ക് പോകണം. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഈ ഒരു വോളിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഞാൻ അതിന് വേണ്ടി ഇവിടെ ലെവൽ 2ലേക്ക് പോവുകയാണ്. ലെവൽ 2ലേക്ക് പോയിട്ട് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും ഞാൻ വരയ്ക്കാൻ പോണ ആ ഒരു ഫാമിലി എനിക്ക് ഈ ഒരു വോളിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുതിയൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആർക്കിടെക്ചറിനുള്ളിൽ ഇവിടെ കമ്പോണൻറ്റ്, ഇവിടെ മോഡേൺ പ്ലേസ് കൊടുത്തു, ഇവിടെ ഫർണിച്ചർ. ഞാനൊരു ഫർണിച്ചറാണ്, ഇപ്പോൾ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് നമുക്കറിയാം. ഞാനിപ്പോൾ ഫർണിച്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഫർണിച്ചർ കൊടുത്തു, അതിനുശേഷം ഇവിടെ ഓക്കെ എടുത്തു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഒരു പേര് ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഡിഫോൾട്ടായിട്ട് വന്നൊരു പേരാണ്. ഞാനിപ്പോൾ ഇവിടെ വോൾ മൗണ്ടിൻ്റെ ഒരു WM എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ എക്സ്ട്രൂഷൻ എടുക്കുകയാണ്. എക്സ്ട്രൂഷൻ എടുക്കുമ്പോൾ അതിന് മുന്നേയായിട്ടൊരു റെഫറൻസ് ലൈൻ ഇവിടെ കാണിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ എവിടെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. ഇവിടെ റെഫറൻസ് പ്ലെയിൻ അല്ല, റെഫറൻസ് ലൈനാണ് കാണിച്ചു കൊടുക്കേണ്ടത്. റെഫറൻസ് ലൈൻ ഇപ്പം എനിക്കിപ്പോൾ വോളുള്ളത് കൊണ്ട് വോളിൽ എനിക്ക് റെഫറൻസ് ലൈനായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത് സാധിക്കും. ഇപ്പോൾ വോളില്ല എങ്കിൽ, ഇപ്പം അല്പം മാറിയാണ് വരയ്ക്കേണ്ടതെങ്കിൽ എനിക്ക് ഇതിനൊക്കെ റെഫറൻസ് ലൈൻ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനിപ്പം റെഫറൻസ് ലൈൻ ഇവിടെ വരയ്ക്കുന്നില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം എനിക്ക് പക്ഷേ ഇത് എവിടെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ എക്സ്ട്രൂഷൻ എടുത്തതിന് ശേഷം ഇവിടെ സെറ്റ് കൊടുക്കുകയാണ്. സെറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ പിക്ക് എ പ്ലെയിൻ കൊടുത്തു, ഓക്കെ എടുത്തതിന് ശേഷം ഞാൻ വരയ്ക്കേണ്ട ഏരിയ അല്ലെങ്കിൽ വരയ്ക്കേണ്ട എവിടെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. എനിക്ക് ഈ ഒരു വോളിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇവിടെ റിവിറ്റ് പറയുന്നുണ്ട് എനിക്ക് ഇത്രയും വ്യൂ കൂടെ എനിക്ക് ഈ ഒരു ഫാമിലി ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഞാൻ ഇവിടെ സെക്ഷൻ 1 എടുത്തു, ഇവിടെ ഓപ്പൺ വ്യൂ എടുത്തു. ഓക്കെ, അതിനുശേഷം എന്താണോ ഫാമിലി എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഡിസൈനിലാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിവിടെ വരച്ചു കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈൻ സെലക്ട് ചെയ്തു. ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇതുപോലൊരു സ്കെച്ച് ഇവിടെ കൊടുത്തു. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഷോക്കേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു വോളിലാണ് കൊടുത്തത്. ഈ വോളിൻ്റെ ഈ ഒരു സൈഡിലാണ് ഞാൻ റെഫറൻസ് ലൈനായിട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ടായിട്ട് ഇങ്ങോട്ട് ഒരു പ്രൊജക്ഷൻ പോലെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് ഇതിൻ്റെ തിക്നെസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും പോസിബിളാണ്. ഇപ്പം 200 mm ഇതിൻ്റെ തിക്നെസ് കിടക്കുന്നത്. ഓക്കെ, ഞാനിത് ചേഞ്ച് ചെയ്തിട്ടൊരു 500 ആയി കൊടുക്കുകയാണ്. ഓക്കെ, 500 ആയി കൊടുക്കാൻ വേണ്ടോ, കൃത്യമായിട്ട് ആ ഒരു പ്രൊജക്ഷൻ മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്താണ്, എനിക്ക് ഇതിനകത്തൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യണം. ഓപ്പണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കിത് മൊത്തത്തിൽ ഓപ്പണിംഗ് ആകണ്ട, ഒരു പകുതി ഭാഗം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ഓപ്പണിംഗ് വന്നാൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഫാമിലി സെലക്ട് ചെയ്തു. അതിനുശേഷം എഡിറ്റിംഗ് പ്ലേസ് കൊടുത്തു. ഇവിടെ ക്രിയേറ്റിനുള്ളിൽ ഇവിടെ ഞാൻ ഈ ഒരു ഫാമിലി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, എക്സ്ട്രൂഷൻ കൊടുത്തിട്ടാണ്. നമുക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഈ എക്സ്ട്രൂഷൻ വെച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷേ ഇതിനകത്ത് എനിക്കൊരു ഓപ്പണിംഗ്, ഒരു മൈനസ് വാല്യൂയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വോയിഡ് ഫോമിനുള്ളിൽ ഇവിടെ വോയിഡ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഞാനിപ്പം ലെവൽ 2ലേക്ക് പോവുകയാണ്. ഓക്കെ, അതിനുശേഷം എവിടെയാണ് എനിക്കിത് വരയ്ക്കേണ്ടതെന്നുള്ളൊരു ലൈൻ കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ സെറ്റ്, അതിനുള്ളിൽ പിക്ക് എ പ്ലേസ്. ഓക്കെ, അതിനുശേഷം ഈ ഒരു വോളിലാണ് വരയ്ക്കേണ്ടത്. റെഫറൻസ് ലൈനായിട്ട് ഞാൻ കൊടുക്കുന്നത് ഈ ഒരു വോളാണ്. ഓക്കെ, ഞാൻ ഒരു വോൾ കൊടുത്തു. അതിനുശേഷം സെക്ഷൻ 1 വഴിയാണ് ഞാനിത് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ പിക്ക് ലൈൻസ് എടുത്തു. അതിനുശേഷം ഓഫ്സെറ്റ് വാല്യൂ ഒരു 50 കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതുപോലെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ,
ഇതുപോലെ എനിക്കൊരു ഓപ്പണിംഗ് വേണം. അതായത് എനിക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 50 mm ആണ് വേണ്ടത്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം എനിക്ക് ഓപ്പണിങ്സ് ആണ് വേണ്ടത്. ഓക്കെ, അതിനുശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്ത് ഞാൻ 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ, ലെവൽ 2ലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 200 mm വിത്തിലുള്ള ഒരു ഫാമിലി ക്രിയേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് എൻഡ് ഈ ഒരു ഫാമിലിയുടെ സ്റ്റാർട്ടിങ് എൻഡിലേക്ക് വരണം. അതുപോലെ തന്നെ ഈ ഒരു എൻഡ് എനിക്ക് എത്രത്തോളം ഡെപ്തിലാണ് എനിക്ക് ഇതിനകത്ത് ഓപ്പണിംഗ് വേണ്ടത്, ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇത്രയും ഓപ്പണിംഗ് മതിയെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി, അതല്ല കുറച്ചുകൂടെ ഓപ്പണിംഗ് വേണമെങ്കിൽ ഇതുപോലെ കൊടുക്കണം. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്പണിംഗ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ കൊടുത്തുകൊണ്ട് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയാണ് നോക്കേണ്ടത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് ഇപ്പം എക്സ്ട്രൂഷൻ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഈ ഒരു രീതിയിലാണ്. സർക്കിൾ രീതിയിലുള്ള ഒരു ഫാമിലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ സർക്കിൾ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു ടൂൾ എന്ന് പറയുന്നത് ഇവിടെ റിവോൾവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളുണ്ട്. ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സർക്കിളൊക്കെ വരയ്ക്കാൻ, സർക്കിളിലൊരു ഫാമിലി വരച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.